കൊല്ലം പെരിനാട് വില്ലേജ് ജംഗ്ഷന് സമീപത്തെ പാലമരം നാട്ടുകാർക്ക് അപകട ഭീഷണിയാകുന്നു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. കൊല്ലം തേനി ദേശീയപാതയിൽ പെരിനാട് വില്ലേജ് ജംഗ്ഷന് കിഴക്കുവശം MVDയുടെ ക്യാമറ സ്ഥാപിച്ചതിന് മുന്നിലായിട്ടാണ് അപകട ഭീഷണിയായി പാലമരം നിൽക്കുന്നത്. കുഴികത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്ന ഭാഗത്ത് വലതുവശത്ത് നിൽക്കുന്ന പാലമരം കാരണം ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾക്ക് എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനാൽ നിരവധി അപകടങ്ങളും ദിനംപ്രതി നടക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശവാസികൾ പരാതിപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. PWDയിൽ അന്വേഷിച്ചപ്പോൾ ഇത് ഹൈവേ അതോറിറ്റിയുടെ കീഴിലാണെന്നാണ് പറഞ്ഞതെന്നും പ്രദേശവാസികൾ പറയുന്നു. അപകടങ്ങൾ ഏറിയതോടെ പ്രദേശവാസികൾ ചേർന്നാണ് താൽക്കാലിക സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒപ്പം റോഡിന്റെ എതിർവശത്ത് കാട് കയറിയ നിലയിലാണ്. നിരവധി പേരാണ് പുലർച്ചെ പ്രഭാത സവാരിക്കും തൊട്ടടുത്തുള്ള കശുവണ്ടി ഫാക്ടറിയിലുമായി കടന്നു പോകുന്നത്. നാളിതുവരെയായി ഒരു പ്രവർത്തനവും ഈ ഭാഗത്ത് നടന്നിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. റോഡിനിരുവശവും കാട് മൂടിയതോടെ വാഹനങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു നിൽക്കാൻ പോലും കഴിയാതെ വലയുകയാണ് കാൽനട യാത്രികർ. വലിയൊരു അപകടം ഉണ്ടാകും വരെ കാത്തിരിക്കാതെ കാട് വെട്ടിത്തെളിക്കണമെന്നും പാലമരം മുറിച്ചു മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.